5 സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു വരുന്നത്. മഹാരാഷ്ട്രയിലെ പനവേലിൽ നിന്ന് ആരംഭിച്ച് തമിഴ്നാട്ടിലെ കന്യാകുമാരിയിലാണ് അത് അവസാനിക്കുന്നത്. മഹാരാഷ്ട്ര, ഗോവ, കർണാടകം, കേരള, തമിഴ്നാട് എന്നീ 5 സംസ്ഥാനങ്ങളിൽ കൂടി കടന്നു പോകുന്ന ഈ ദേശീയപാതയുടെ വികസനത്തിന് ഭൂമി ഏറ്റെടുക്കാൻ കേരളമല്ലാതെ മറ്റേതെങ്കിലും സംസ്ഥാനം ഒരു നയാ പൈസ ചെലവഴിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പദം ഉപയോഗിച്ചത്. കേരള ഗവൺമെൻറ്റിൻ്റെ കൂടി പങ്കാളിത്തത്തോടു കൂടിയാണ് നാഷണൽ ഹൈവേ 66 പ്രാവർത്തികമാക്കാൻ സാധിച്ചത് എന്നുള്ളത്. കേരള വികസനത്തിന് അനിവാര്യമായ ഒരു കാര്യം എന്ന നിലയിലാണ് ഈ പദ്ധതിയെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കണ്ടത്. നമുക്കറിയുന്നത് പോലെ 5580 കോടി ഇതിനു വേണ്ടി നൽകിയത് കേരള ഗവൺമെൻറ്റാണ്. കിഫ്ബി വഴിയാണ് നമ്മളത് നൽകിയത്. യഥാർത്ഥത്തിൽ ഈ 5580 കോടി നൽകിയപ്പോൾ ഇതിനെ കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധിയിൽ നിന്ന് കേന്ദ്രം വെട്ടിക്കുറച്ചു. രണ്ടും ചേരുമ്പോൾ കേരളത്തിന് വന്ന ബാധ്യത 11,160 കോടി രൂപയാണ്. സത്യം പറഞ്ഞാൽ ഇതാണ് കേരളം ഏറ്റെടുക്കേണ്ടി വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. കേരളം ചിലവാക്കിയ ഈ പണത്തിന് തിരിച്ചടവില്ല. കേന്ദ്രം ചിലവാക്കാൻ പോകുന്ന പണം മുഴുവൻ പലിശ സഹിതം ടോളായി തിരിച്ചു പിടിക്കുകയും ചെയ്യും. ഇപ്പോൾ കേരളം പൊതുവെ നമ്മുടെ വികസനവുമായി ബന്ധപ്പെട്ടാണ് യഥാർത്ഥത്തിൽ ഈ പണം ചെലവഴിച്ചത് എന്നർത്ഥം. നാഷണൽ ഹൈവേ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ സമരമാണ് UDFും BJPയും നടത്തിയത്. അതിനെതിരായിട്ട് കണ്ണൂരിലെ തളിപ്പറമ്പിൽ കീഴാറ്റൂരിൽ കോൺഗ്രസും BJPയും നയിച്ച സമരം KPCC മുൻ അധ്യക്ഷൻ VM സുധീരനും BJP നേതാവ് PK കൃഷ്ണദാസും അന്ന് കേരള കോൺഗ്രസ് നേതാവായിരുന്ന PC ജോർജും BJP നേതാവ് ഇന്നത്തെ മന്ത്രിയുമായ സുരേഷ് ഗോപിയും അവരാണ് ബൈപ്പാസ് വിരുദ്ധ സമരം നയിച്ചത്. നന്ദിഗ്രാമിലെ മണ്ണ് കീഴാറ്റൂരിലിട്ട് അവർ ഹൈവേ വിരുദ്ധ സമരത്തിന് ആക്കം കൂട്ടാൻ ശ്രമിച്ചു. എന്നാൽ ഇതിനെയെല്ലാം ഫലപ്രദമായി പ്രതിരോധിച്ചുകൊണ്ടാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന നാഷണൽ ഹൈവേയുടെ 2 റീച്ചുകൾ ഉൾപ്പെടെ മുഴുവൻ റീച്ചും നിർമ്മിക്കാൻ നമുക്ക് സാധിച്ചത്. ഞങ്ങൾ ഈ സംബന്ധിച്ച് ആലോചിച്ചപ്പോൾ നാഷണൽ ഹൈവേ 66 ഇതിൻ്റെ ഉദ്ഘാടന പരിപാടിയിൽ കേരള ഗവൺമെൻറ്റിന് വേണ്ടി നാഷണൽ ഹൈവേ അതോറിറ്റിയുമായിട്ട് ഒപ്പിട്ട പൊതുമരാമത്ത് വകുപ്പിനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിരിക്കുകയാണ്. വളരെ വിചിത്രമായ ഒരു കാര്യമായിരുന്നു അത് എന്ന് കാണാൻ കഴിയും. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ മണ്ഡലത്തിലൂടെയാണ് ഈ 2ാമത്തെ ഉദ്ഘാടനം ചെയ്യുന്ന റീച്ച് കടന്നു പോകുന്നത്. രാമനാട്ടുകര അവിടെയാണ്, ആ മണ്ഡലത്തിലാണ്, ബേപ്പൂർ മണ്ഡലത്തിൽ. എന്നിട്ടും അദ്ദേഹത്തെ ഈ പരിപാടിയുടെ ഭാഗമായി ക്ഷണിച്ചില്ല എന്നുള്ളത്
വ്യക്തിപരമായ പ്രശ്നമല്ല, കേരളത്തോടെടുക്കുന്ന BJP ഗവൺമെൻറ്റിൻ്റെ രാഷ്ട്രീയമായ പകപോക്കലാണ്. ഈ സന്ദർഭത്തിൽ അവിടെ ഈ 2 റീച്ചിലും ഒരു ജനകീയ ഉത്സവം പോലെ ഈ സമയത്ത് ഈ 1 മണിക്ക് മന്ത്രിയും MLAയും ജനങ്ങളും എല്ലാം ചേർന്ന് പൊതുജനങ്ങളെല്ലാം അണിനിരത്തി ഒരു ആഘോഷ പരിപാടി, റോഡ് ഷോ ഉൾപ്പെടെ സംഘടിപ്പിക്കുക എന്നത് ഇപ്പോഴവിടെ ജനങ്ങൾ മുൻകൈ എടുത്ത് കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. തീർച്ചയായും അത്തരമൊരു പരിപാടി അവിടെ ഒരു ജനകീയ ഉത്സവം പോലെ സംഘടിപ്പിക്കുന്നത് നല്ലത് തന്നെയാണ്. ഈ 1ാമത്തെ റീച്ച് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ഒരു അടയാളപ്പെടുത്തൽ കൂടി അതിലുണ്ട്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് തലപ്പാടി മുതൽ കാസർഗോഡിൻ്റെ ഒരു ഭാഗം വരെയുള്ള 39 കിലോമീറ്റർ ദൂരം റോഡ് നിർമ്മിച്ചത്. 1.5 കൊല്ലം മുമ്പ് തന്നെ അത് പൂർത്തിയാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. നാഷണൽ ഹൈവേ അതോറിറ്റി അവർക്ക് പ്രത്യേകമായ അവാർഡുകൾ നൽകുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ റീച്ച് ഉൾപ്പെടെ ഇന്നിപ്പോൾ ഉദ്ഘാടനം ചെയ്യുന്ന 2 റീച്ചിലും പൊതുജനങ്ങളും ജനപ്രതിനിധികളും മന്ത്രിയും എല്ലാം പങ്കെടുക്കുന്ന ആഘോഷ പരിപാടിയും റോഡ് ഷോയും സംഘടിപ്പിക്കും എന്നും ഈ സന്ദർഭത്തിൽ ഞാൻ അറിയിക്കുകയാണ്. ഇതിൻ്റെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, വകുപ്പ് മന്ത്രിയെ അറിയിക്കാതെ അതിൽ പങ്കെടുക്കുന്നത് BJPയുടെ അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരനാണ്. രാജീവ് ചന്ദ്രശേഖരനെ ഏത് പ്രോട്ടോകോൾ അനുസരിച്ചാണ് അതിൽ പങ്കെടുപ്പിക്കുന്നത്? അപ്പോൾ എന്തും ചെയ്യാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്. ഒരു ഫാസിസ്റ്റ് പ്രവണത ഉൾക്കൊള്ളുന്ന ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് കാണാൻ സാധിക്കുക. ഇത് കേരളം ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് എന്നുള്ളതുകൊണ്ട് അതിൻ്റെ രാഷ്ട്രീയ ഉള്ളടക്കം പക്ഷപാതപരമായ രീതിയിലാണ് എന്ന കാര്യം ചൂണ്ടിക്കാണിച്ച് തന്നെ ജനങ്ങളോടൊപ്പം ചേർന്ന് ഈ ആഘോഷ പരിപാടി വിജയിപ്പിക്കുക എന്നുള്ളത്. എന്തായാലും പൊതുമരാമത്ത് മന്ത്രിയെ പരിപാടിയിൽ നിന്ന് ഒഴിവാക്കിയത് വിചിത്രമായ നടപടിയാണ്. എന്തായാലും ശക്തമായ പ്രതിഷേധം ഉയർന്നു വരണം എന്ന് തന്നെയാണ് CPIM സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. ഇന്നിപ്പോൾ കാസർഗോഡ് നടന്ന പരിപാടി അത് ഉചിതമായ പ്രതിഷേധം എന്ന് തന്നെയാണ് CPIM പറയുന്നത്. എന്തായാലും സംസ്ഥാനമാകെ തന്നെ ഈ പ്രതിഷേധം ഉയർത്താൻ തന്നെയാണ് CPIMന്റെ തീരുമാനം.